ഹലോ, നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് പാൽപ്പൊടി വെച്ചിട്ട് ഒറിജിനൽ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. മറ്റേ നമ്മൾ പാൽപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന അത്രേ എന്താ പറയുക ടഫ് ഒന്നുമില്ല. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഒന്നുകൂടെ മുന്നിൽ നിൽക്കുന്നത് മറ്റിയായിരിക്കും. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടിച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് ക്രംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പാലാട്ടോ ആദ്യം എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചില ബ്രെഡിന് 6 സ്ലൈസിക്ക് ഒരു 1/4 കപ്പ് തന്നെ മതിയാവും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഉരുളകളാക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തതിൽ. നിർബന്ധമൊന്നുമില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ. അങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഞാൻ ചെറിയ ഗുലാബ് ജാമുൻസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. കയ്യിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വേണം ഇത് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ക്രാക്ക് വീഴരുത്. ക്രാക്ക് വീണാൽ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ക്രാക്ക് വീണാൽ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ടൊന്ന് സിറപ്പാക്കി എടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇത്രയും ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ബോൾസ് ആട്ടോ. ശരിക്കുള്ള ഒരു ഗുലാബ് ജാമിൻ്റെ നോർമൽ സൈസിലാക്കി എടുത്തിട്ടില്ല. ചെറുതായതുകൊണ്ടാണ് അത്രയും അധികം ഉള്ളത്. അപ്പം പഞ്ചസാര സിറപ്പ് തിളപ്പിച്ച ശേഷം 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഒരു 3 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നൂൽ കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട. ജസ്റ്റ് 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ മതി കേട്ടോ. എന്നിട്ട് ആ ഒരു ചെറിയ ചൂട് വേണം കേട്ടോ. നമ്മൾ ആ ഒരു ഗുലാബ് ജാമുൻസിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ചെറിയൊരു ചൂട് വേണം നമ്മുടെ ഇത് സിറപ്പിന്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഓയിൽ ഒരു ചെറിയ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓവർ ചൂടാവരുത് കേട്ടോ. ഓയിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. ശരിക്കും നമുക്കതിൻ്റെ കറക്റ്റ് ഇതിൽ കിട്ടൂല കേട്ടോ, ടെക്സ്ചറിൽ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ. അതേപോലെ തന്നെ ബോൾസ് തമ്മിലിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഓയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തുന്ന രീതി ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. നല്ല സ്പീഡിലിട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അത് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ, ഗുലാബ് ജാമുൻ്റെ കളർ അറിയാലോ, ആ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ നമ്മുടെ ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒറ്റ ട്രിപ്പിൽ അങ്ങ് ഫ്രൈ ചെയ്യാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ബോൾസിൽ 6 സ്ലൈസ് ബ്രെഡും ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് തന്നെ സോക്കായിക്കോട്ടെ. അതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. എത്രയും സമയം സോക്കാവുന്നോ അത്രയും നല്ലതാണ്. ഒരു 4-5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പൊക്കെ അത് സോക്കായി വന്നിട്ടുണ്ട്. ബ്രെഡ് വെച്ച് തയ്യാറാക്കി നോക്കാത്തവരെന്തായാലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അതേപോലെ തന്നെ നിങ്ങൾ പാൽപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. ഇതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണെന്ന് മാത്രം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്